ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തന്നസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ തന്നസിൽ എന്താണെന്ന് അറിയണ്ടേ? കൊലയാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് വെട്ടിയാലോ. ഇനി നമുക്ക് ഈ കായെല്ലാം വെട്ടിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതേ കണക്ക് ഓരോരോ കായായിട്ട് ഇതിനൊക്കെ മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അപ്പോൾ അതാണ്ട് ഞാനിത് മുറിച്ചെല്ലാം എടുത്തിട്ട് ഒരു നല്ലൊരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിലേക്ക് നമ്മുടെ ഏത്തക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ ഈ വെളുത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ കൊച്ചു കൊച്ചു പ്രാണികൾ അതൊക്കെ ചിലപ്പോൾ കയറിയിരിക്കും. അതൊക്കെ ഇതിനൊക്കെ കഴുകിയെടുത്താൽ പെട്ടെന്ന് നമുക്കത് മാറി കിട്ടുകയും ചെയ്യും. എന്നിട്ട് അത് കഴുകിയെടുത്ത് നല്ലതുപോലെ നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് തന്നെ ഇതേ കണക്ക് ഇരുമ്പ് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കീറിയിട്ട്, അത് നമ്മുടെ ആ ഒരു ഏത്തക്കയുടെ അതിനകത്തോട്ട് കണ്ട ജസ്റ്റ് അല്ല, നമ്മൾ തൊലി കളയാൻ വേണ്ടി ഒന്ന് കീറിയെടുക്കുമല്ലോ, അതിനൊക്കെ തന്നെ ഇതേ കണക്ക് കീറിയെടുത്ത് നമ്മുടെ ഏത്തക്ക മാത്രം എടുക്കുക. അപ്പോൾ ഇതിന് പ്രധാന പരുവെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊട്ടും ആവരുത്, എന്നാൽ അങ്ങ് വിളഞ്ഞ് പഴുക്കാറാവരുത്. ആ ഒരു പാകത്തിന് വേണം നമുക്ക് ഈ ഒരു ഏത്തക്കപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണങ്കായ എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. അപ്പോൾ കണ്ണങ്കായ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഇതേനൊക്കെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേനൊക്കെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിനകത്ത് വെച്ചരികയാണെങ്കിൽ വെറും നൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഗ്രേറ്ററിനകത്ത് വെച്ച് അരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് തന്നെ ഇതേനൊക്കെ എടുക്കുക. അപ്പം അത്രയും കായും കൂടി അരിഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത്രയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ ഇതെല്ലാം കൂടി ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു വൃത്തിയുള്ള തുണി എടുക്കുക, നല്ല അടിപൊളി വെയിലത്തോടെ ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം അതിലോട്ട് നമ്മുടെ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ കണ്ണങ്കായ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇത് ഉണങ്ങി കിട്ടണം. അതായത് 2-3 ദിവസത്തെ ആ ഒരു ഉണക്ക് നമുക്ക് കിട്ടി നല്ലതുപോലെ ഇതൊന്ന് സെറ്റായി കിട്ടണം. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും സെറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. നല്ല എത്ര വെയിലെന്ന് പറഞ്ഞാലും 1-2 ദിവസമൊക്കെ നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുക്കും. കാരണം ഇതിനകത്ത് പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇതേ കണക്ക് ഉണങ്ങി കിട്ടണം. അപ്പോൾ ഇതൊരു 3 ദിവസം വെച്ചിട്ട് ഉണക്കിയതാണ് കേട്ടോ. മണ്ണും പൊടിയൊന്നും കയറാത്ത രീതിയിൽ വേണം കേട്ടോ ഉണക്കിയെടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അത്രത്തോളം നമ്മൾ കെയറായിട്ട് വേണം എടുക്കാൻ. ഇതേ കണക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒടിഞ്ഞ് കിട്ടണം, ആ ഒരു പാകം. അതിനുശേഷം നമ്മുടെ ഒരു ജാറിലേക്ക് നമുക്ക് കുറേശ്ശെ ആവശ്യമുള്ള ഒരു പാകത്തിന് എടുത്ത് ഇതിനൊക്കെ പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് ഇതേ കണക്ക് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യം അത് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല. കാരണം കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇപ്പം ഞാൻ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാനായിട്ടല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇത് തയ്യാറാക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഇതിനൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഇതിനൊക്കെ കുറുക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഏത്തക്കപ്പൊടി നല്ലതുപോലെ കുറുകി കിട്ടും. ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇച്ചിരി ഒന്ന് പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. മധുരം ഈ ഒരു വലിയവർക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആ ഒരു മധുരത്തിക്കായിട്ടുള്ള ഇച്ചിരിയും കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ടൈമിൽ കുറുകി വരുന്ന സമയത്ത് ഇച്ചിരി നെയ്യും കൂടി ഇട്ട് അടിപൊളിയായിട്ട് എടുക്കുക.